വന്നത്. അപ്പോൾ മിമിക്രി വിട്ടുപോയി. അപ്പോൾ തൊണ്ടയിലുള്ള സാധനമൊക്കെ അങ്ങ് പോയി. സാധുവൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആരും കൂടരുത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആക്ഷൻ ഹീറോ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റും ആരാണ്? ഒരാളെങ്കിലും പറയാൻ പറ്റും ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന ആളെയാണ് ഞാൻ അനുകരിക്കാൻ പോകുന്നത്. അതാരാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഇത്രയും പേരിലിപ്പില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ അഭിനയിക്കുന്ന ആക്ഷൻ ഹീറോ ആണെന്ന് പറയുമ്പോൾ ആ ആക്ഷൻ ഹീറോയുടെ പേര് പറയാൻ പറ്റും. ആക്ഷൻ ഹീറോ ആരാണ്? മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ ആരാണ്? ഒരാൾക്കെങ്കിലും എഴുന്നേറ്റ് പറയാമോ? സുരേഷ് ഗോപി. മോഹൻലാൽ അല്ല. സുരേഷ് ഗോപി. ആർക്കെങ്കിലും പറയാമോ? സുരേഷ് ഗോപി. ആരാ? ആരാ? സുരേഷ് ഗോപി. സുരേഷ് ഗോപി. ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയാണ്. അപ്പൊ സുരേഷ് ഗോപിയുടെ ഒരു ചെറിയൊരു സംഭവം, അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോകരുത് കേട്ടോ. അപ്പൊ ഓക്കെ, നിങ്ങൾക്കുമാവാം കോടീശ്വരൻ. ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറി മാറി. പോയി വന്നു. രാമുവിന്റെ അച്ഛന് 3 മക്കൾ. ഒരാളുടെ പേര് ജനുവരി, രണ്ടാമത്തെ ആളുടെ പേര് ഫെബ്രുവരി, മൂന്നാമത്തെ ആളുടെ പേര് എന്താണ്? അപ്പോൾ നാളെ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ശുഭരാത്രി, ശുഭ നിദ്ര. അടുത്തത് അടിപൊളിയായിട്ടുണ്ട്. അടുത്തതായിട്ട് മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ. ആരാണ് നിത്യഹരിത നായകൻ? ഒന്ന് പറയാമോ? നിത്യഹരിത നായകൻ ആരായിരുന്നു? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? ആർക്കും അറിയത്തില്ല. മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ആരാണെന്ന് പറയാമോ? അതെവിടെ പറഞ്ഞു കഴിഞ്ഞു? എൻ്റെ സഹോദരി തന്നെ, പ്രേം നസീർ. അപ്പൊ പ്രേം നസീറിനെയാണ് ഞാൻ അടുത്തായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോ പ്രേം നസീർ ആ കൊച്ചു ത്രേസ്യ കൊച്ചിനെ ആ എണ്ണു പിണക്കം, ആ എണ്ണം പാലച്ചോട്ടിൽ വെച്ച് നിനക്ക് ഞാൻ പാലപ്പൂ പറിച്ചു തന്നതും അത് നിന്റെ മുടിയിൽ ചൂടിയതും നീ മറന്നുപോയി. അമ്പിടി മണ്ടിപ്പെണ്ണെ അപ്പോഴേക്കും പിണങ്ങി. ആ പെൺകുട്ടികളായാൽ ചിരിക്കണം, അങ്ങനെയല്ല അലിങ്ങനെ. ഓക്കെ, അടുത്ത KPSC പഠനം എന്ന് പറയുന്ന ആള് ഇച്ചിരി പ്രായമുള്ള ഒരാള്. KPSC പഠനം എന്ന് പറഞ്ഞു നിങ്ങൾ അയാളുടെ ശബ്ദം കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവതരിപ്പിക്കുന്ന കഥകൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരും ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. KPSC പഠനം. എന്താ അതിന്റെ പേര്? വീരൻ അല്ലേ? എന്റെ മകനാണ് ഇവന്റെ മകനാണ് അവന്റെ മകനാണ് അവൻ. ഇവൻ പ്രേമേന്ദ്രൻ. കൈയടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു പഴയകാല നടനാണ്. ആ നടന്റെ പേര് ജോസ് പ്രകാശ് എന്നാണ്. അപ്പൊ ജോസ് പ്രകാശിന്റെ കുറെ നടന്മാരുണ്ട്, അതിന്റെ മെമ്പർമായിട്ട് വരുന്നില്ല. കുറെ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്, കുറെ നടന്മാരുണ്ട്. അപ്പൊ ജോസ് പ്രകാശാണ് ശരിക്ക് ഇന്ന് സിംഗപ്പൂർ പോയിട്ടില്ലേ ഡയമണ്ട് നെക്ലേസ് നീ എവിടെ എത്തിക്കാൻ? എന്റെ അമ്മയെ കൂടെ കൊണ്ടുപോകും. മറിക്ക് എന്നെ നീക്കിട്ടിങ്ങനെ നിന്റെ ഭാഗം പിന്നെ നമ്മുടെ മുതലൊക്കെ കൊടുക്കൂ.
ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് അടുത്തായിട്ട് നമ്മുടെ പഴയകാല ഒരു നടൻ പ്രേംനസീർ അല്ല കേട്ടോ, സത്യനെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അമ്മേ, ഞാൻ നാളെ അമേരിക്കയിൽ പോവാണ്. ഷക്കീല പെട്ടെന്നാണ് വെള്ളയില്ലാത്ത കിണറ്റിൽ മുള്ളി വെച്ചാണ് അമ്മേ ഞാൻ പറ. നിങ്ങളുടെ എല്ലാം ഇഷ്ടമാണെങ്കിൽ ഞാൻ പോയാൽ. ഓക്കെ, താങ്ക് യു. അടുത്തായിട്ട് കലാഭവൻ. പൂവാടി വന്ന് അച്ഛനെ കാണാൻ പൂവാടി, അച്ചപ്പൊങ്കോയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി വന്നേ. നേരല്ല നീ എന്റെ കണ്ണല്ല പെണ്ണേ, നെഞ്ചത്തടിച്ചെണ്ണയല്ല പെണ്ണേ, നെഞ്ചത്തടിച്ചു നീ എനിക്കരഞ്ഞ വേദനയല്ല എനിക്കല്ല പെണ്ണേ. പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ, അച്ചപ്പം കോയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ. അടുത്തായിട്ട് ജയറാം. എൻ്റെ അമ്മോ, അല്ല ഇതാര് പപ്പനോ? അയ്യോ, എനിക്കിപ്പോഴും കല്യാണം വേണ്ടത്. എനിക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് മതി. ഓക്കെ, താങ്ക് യു. കുറേ പേരുണ്ട്, ഞാൻ എല്ലാവരും മറന്നുപോയി. കുറെ ഇനി ഒന്ന് സെറ്റായി വരണം. ഓക്കെ, അപ്പൊ അടുത്ത